ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു എളുപ്പത്തിലൊരു ചിക്കൻ കറി ആയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ. അപ്പം ചിക്കനൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ നല്ല പച്ച കളറിലാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൈറ്റിൻ്റെ പ്രശ്നത്തോണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ വന്നത്. നല്ല പച്ച കളറിലാണ് ഈ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറിയൊരു കുക്കറാണ് എടുത്തത്. ആകെ 1/2 കിലോ അല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ഇനി നമുക്ക് കഴുകിയ ചിക്കൻ കഷ്ണമൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളക് ഞാൻ വെള്ള കാന്താരിയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളടുത്ത് എന്ത് മുളകുള്ള വെച്ചാൽ അത് ഇട്ടാൽ മതി. പിന്നെ ഒരു 2 കപ്പോളം ചുവന്നുള്ളി, ഇതിൽ ചുവന്നുള്ളിയാണ് വേണ്ടത്, ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു 1/2 സ്പൂണിലും മേലെ മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇതിൽ തീരെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടി ഒരു 4-5 ടേബിൾ സ്പൂൺ. നിങ്ങൾ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഈ പച്ചമുളക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അതിന് മുന്നേ കുറച്ച് നാരങ്ങ നീര്, ഒരു 1/2 മുറി നാരങ്ങേൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ച് ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഈ പൊടികളൊക്കെ എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഈ മസാലയൊക്കെ എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ചിക്കൻ വേവിച്ച് വരുമ്പം കുറച്ച് വെള്ളം അതിന്ന് വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതിലൊന്ന് 2 വിസിൽ വരുത്തിയിട്ട് നമുക്കിതിലൊന്ന് നോക്കാം കേട്ടോ. 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം ചിക്കൻ വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. കുരുമുളക് പൊടിയുടെ ആ സ്മെല്ലാണ് വന്നത്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്നെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചിട്ട് നിങ്ങളൊന്ന് വറ്റിച്ചെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ കുക്കറിൽ തന്നെ ഇട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന്, നിങ്ങൾക്ക് ചില സമയത്ത് ഡ്രൈ ചിക്കൻ ആണെങ്കിൽ ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഇതിൽ കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് ഞാനിതുപോലെ ഉണ്ടാക്കിയത്. ഇതുപോലെ നല്ല കളറാണ്, നല്ലൊരു പച്ച കളറിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാവുക. എണ്ണയൊന്നും തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാതെ തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂവാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. വെളിച്ചെണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് അങ്ങനെയല്ല, അത് ഞാൻ കൂടുതലായിട്ട് പെപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് പെപ്പർ ചിക്കൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ സൂപ്പർ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മുളക് പൊടി ഒന്നും ഇല്ലാണ്ട് നമ്മൾ കുരുമുളക് പൊടി കൊണ്ട് തന്നെ ഇട്ടത് കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലിൽ കയറിയിട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫാമിലീസിനൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.